ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാ നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ വരട്ടിയതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഇവിടെ പറയുന്നത്. 1 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 ഉള്ളി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇതുപോലെ എടുക്കുക, അധികം അടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 3 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും, അതും ഇതുപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് കൂടുതൽ കറിവേപ്പില. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ക്ലീനാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനൊരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇത് കുഴക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ചിക്കനിലെ വെള്ളം തന്നെ ഉണ്ടാവും. ഇനി നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ ഉള്ളിയുടെ വെള്ളം തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വരുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് എന്നും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിക്കൻ ഇപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുക്കറിൽ ഇപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നല്ലോണം വേണമെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് എരിവ് ഉണ്ട്. ഉള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഈ ചിക്കൻ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അതും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മൈദ കലക്കി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്കിത് നല്ലൊരു വാഴ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വരട്ടിയതല്ലേ, അപ്പോൾ ഇലൻ്റെ ടേസ്റ്റും ഇതും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ചൂടോടുകൂടി ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.